Hi guys, welcome to Top Notch Career Guidance. So, കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. സോ കാണാത്തവരൊന്നുകൂടെ നമ്മുടെ ചാനലിൽ പോയി വീഡിയോസ് കാണുക. അതിനകത്ത് നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് എസ്പെഷ്യലി മാത്സിൻ്റെ പഠനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അതിൽ സ്റ്റാർട്ടിങ് പറയണേ. അതിനുശേഷം നമ്മൾ കുറച്ച് സ്ക്വയേഴ്സ് എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കുക എന്നുള്ള മെത്തേഡും നമ്മൾ കണ്ടു. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അവസാനം വരുന്ന നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നാണ് ആദ്യം പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബോർഡിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം 3 നമ്പേഴ്സ് തന്നെ എഴുതിയിട്ടുണ്ട്, 31, 41 and 51. ഓക്കെ, അപ്പോൾ 31ൻ്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. അതേ മെത്തേഡിൽ ബാക്കിയുള്ളതിൻ്റെ സ്ക്വയേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, 31ൻ്റെ സ്ക്വയർ. അപ്പോൾ നമ്മൾ 31ൻ്റെ സ്ക്വയർ ആകുമ്പോൾ അവസാനം വരുന്ന നമ്പറാണ്. ആ 1 നമ്മൾ താഴോട്ട് എഴുതി. അതിനുശേഷം 2 × 3 2 × 3 6 ആണ് വരുന്നത് അല്ലേ. 6 നമ്മൾ എടുത്തെഴുതി. പിന്നെ 3യുടെ സ്ക്വയർ എത്രയാണ് 9. അപ്പോൾ 961 ആണ് 31ൻ്റെ സ്ക്വയർ. മെത്തേഡ് മനസ്സിലായല്ലോ. നമ്മൾ ആദ്യത്തെ നമ്പർ 41 നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. 41ൻ്റെ ആദ്യത്തെ നമ്പർ നമ്മൾ എടുത്തെഴുതി, അതായത് 1 നമ്മൾ എടുത്തെഴുതി. രണ്ടാമത്തെ നമ്പർ അതായത് 2 × 4 നമ്മൾ എടുത്തെഴുതി. എത്രയാണ് 2 × 4 എത്രയാണ് 8. നമ്മൾ 8 എഴുതി. പിന്നെ അടുത്ത എന്താണ് 4ൻ്റെ സ്ക്വയർ 16. അപ്പോൾ 1681 ആണ് 41ൻ്റെ സ്ക്വയർ. അതേ മെത്തേഡിൽ നമുക്ക് 51 നോക്കാം. 51ൻ്റെ 1 നമ്മൾ എടുത്തെഴുതി. 2 × 5 എന്താണ് 10. 2 × 5 10. നമ്മൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഡിജിറ്റ് വന്നു. ഇതുവരെ നമ്മൾ 2 എണ്ണം കണ്ടതിനകത്ത് ഓരോ ഡിജിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലേ. അതായത് 2 × 3 6ഉം 2 × 4 8ഉം ആയിരുന്നു. ഇപ്പോൾ 2 × 5 വന്നപ്പോൾ അത് 10 ആയി. ഇപ്പോൾ 2 ഡിജിറ്റ് വന്നു. 2 ഡിജിറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? യൂണിറ്റ് നമ്പർ മാത്രം നമ്മൾ എടുത്തെഴുതി. 10ൻ്റെ യൂണിറ്റിൽ 0 ആണ്, 0 നമ്മൾ എടുത്തെഴുതി. 1 അവിടെ ക്യാരി ആയിട്ട് പോകും. ഓക്കെ, 1 അവിടെ ക്യാരി ആയിട്ട് പോകുമ്പോൾ അടുത്ത നമ്പർ സെയിം മുന്നത്തെ മെത്തേഡ് പോലെ തന്നെ 5ൻ്റെ സ്ക്വയർ എത്രയാണ് 25 പ്ലസ് ഈ ക്യാരി കൂടെ ചേരുമ്പോൾ 26. അപ്പോൾ 2601 ആണ് 51ൻ്റെ സ്ക്വയർ. മെത്തേഡ് പഠിച്ചല്ലോ, എളുപ്പമല്ലേ? വളരെ എളുപ്പമാണ്, വളരെ സിമ്പിളാണ്. അതുപോലെ നമുക്ക് എല്ലാ നമ്പേഴ്സും, അതായത് 1 അവസാനം വരുന്ന എല്ലാ നമ്പേഴ്സിൻ്റെ സ്ക്വയർ നമുക്ക് ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ സ്ക്വയറിൻ്റെ പഠിച്ചു. ഇനി നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലോ 1 അവസാനം വരുന്ന 2 നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, 31 × 41 എന്ന് പറയുമ്പോൾ 2ൻ്റെയും അവസാനം 1 ആണ്. സോ നമ്മൾ അത് നേരത്തെ അതേ മെത്തേഡിൽ 1 നമ്മൾ താഴോട്ട് വലിച്ചെഴുതി. ഓക്കെ, നമ്മൾ 1 താഴോട്ട് എഴുതി. അതിനുശേഷം എന്താണ് വന്നിരിക്കുന്നത്? അടുത്തത് 3ഉം 4 എന്ന് പറയുന്നത് നമ്മൾ ആഡ് ചെയ്ത് എഴുതാം, പ്ലസ് ചെയ്ത് എഴുതാൻ. ഓക്കെ, 3 + 4 7. നമ്മൾ 7 എടുത്ത് എഴുതി. പിന്നെ അടുത്തത് 3ഉം 4ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. 3 × 4 എത്രയാണ് 12. 1271. അതാണ് 31 × 41. എളുപ്പമല്ലേ? സോ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 31ൻ്റെ സ്ക്വയർ നമ്മൾ ചെയ്ത് അതേ മെത്തേഡ് തന്നെയാണ്. 31ൻ്റെ സ്ക്വയർ എന്താണ്? 31 × 31. അതിനകത്ത് ചെയ്തതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, വേറെ ഒരു വ്യത്യാസം വന്നിട്ടില്ല. ഇവിടെ 2 ഡിജിറ്റ് ആയതുകൊണ്ട് അത് രണ്ടും ആഡ് ചെയ്ത് എഴുതി. 3, 4 2 ഡിജിറ്റ് ആഡ് ചെയ്ത് മുകളിൽ നമ്മൾ അത് തന്നെയാണ് ചെയ്യണേ. ഓക്കെ, 31 × 31 ചെയ്യുമ്പോഴും 3 കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ 6 എന്ന് എഴുതുന്നത്. അതുപോലെ തന്നെ 3, 4 കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ 7 എഴുതി. അതിനുശേഷം ഇവിടെ 3ൻ്റെ സ്ക്വയറിന് പകരം നമ്മൾ 3 × 4 12 നമ്മൾ എടുത്തെഴുതി. സോ സെയിം മെത്തേഡിൽ നമുക്ക് 41 × 51 ചെയ്ത് നോക്കാം. അപ്പം ഒരു സെയിം ആൻസർ കിട്ടുന്നുണ്ടോ? അതായത് അതിൻ്റെ 41 × 51ൻ്റെ ആൻസർ ഇതേ മെത്തേഡിൽ കിട്ടുന്നുണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, സോ 1 ആയതുകൊണ്ട് നമ്മൾ 1 എടുത്തെഴുതി. പിന്നീട് നമ്മൾ എന്താണ് പറഞ്ഞത്? പിന്നീട് 2 നമ്പേഴ്സും നമ്മൾ ആഡ് ചെയ്തെഴുതും. 4ഉം 5ഉം ആഡ് ചെയ്ത് എഴുതുമ്പോൾ 4 + 5 9 അല്ലേ. 4 + 5 9. പിന്നീട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അടുത്തത് 4 × 5 നമ്മൾ ചെയ്യണം. 4 × 5 ചെയ്യുമ്പോൾ 4 × 5 20. അപ്പോൾ 2091 ആണ് 41 × 51. ഓക്കെ, സോ ആ മെത്തേഡിൽ തന്നെ നമുക്ക് അടുത്തൊരു നമ്പറോട് ചെയ്ത് നോക്കാം. 51 × 61. 1 നമ്മൾ താഴോട്ട് എഴുതി. 5 + 6 എന്ന് പറയുന്നത് 11 ആണ്. 11-നകത്ത് അഗെയിൻ അവിടെ നമ്മൾ മുകളിൽ 51ൻ്റെ സ്ക്വയർ ചെയ്തതുപോലെ തന്നെ 5 + 6 ഒരു ക്യാരി വന്നിട്ടുണ്ട് അല്ലേ. 11 ആണ്. 11-നകത്ത് 1 നമ്മൾ എഴുതി. അതിനുശേഷം ഒരു ക്യാരി വന്നിട്ടുണ്ട്. പിന്നെ അഗെയിൻ 5 × 6 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 5 × 6 ചെയ്യുന്നു. 5 × 6 ചെയ്യുമ്പോൾ 30 കിട്ടും. 30യുടെ ക്യാരി ആഡ് ചെയ്യുമ്പോൾ 31. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും 51 × 61 3111. ഓക്കെ, സോ മെത്തേഡ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ ഇതേ മെത്തേഡിൽ നമുക്ക് 1 അവസാനം വരുന്ന സംഖ്യകളുടെ സ്ക്വയറും മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ഇതേ മെത്തേഡിൽ ചെയ്യാം. വളരെ എളുപ്പമാണ്, വളരെ ഈസിയാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.